SLC ഫിസിക്സ് പബ്ലിക് എക്സാമിന് ആവശ്യമായിട്ടുള്ള ഫിസിക്സിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള അധ്യായങ്ങളിലെ പോയിന്റുകളാണ് നമ്മൾ ഇന്നിവിടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് വിവിധ രൂപത്തിലുള്ള ഊർജ മാറ്റങ്ങളാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. അപ്പോൾ ഈ ഒരു ഊർജം മറ്റൊരു ഊർജമായി മാറുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ എക്സാമ്പിളുകളാണ് ആദ്യം പറയുന്നത്. വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നത് ഏതൊക്കെ ഉപകരണങ്ങളാണെന്ന് നോക്കാം. വൈദ്യുത ഹീറ്റർ ഉണ്ട്, ഇലക്ട്രിക് അയൺ, സോൾഡറിങ് അയൺ, അതൊക്കെയാണ്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നതിന് വരുന്ന ഉപകരണങ്ങൾ മോട്ടോർ, മിക്സി, അതുപോലെ ഫാനൊക്കെയാണ്. ഇനി വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നു. ആ ഊർജ്ജമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്നതാണ്. അതേപോലെ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നത്, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഇൻകാൻഡസെന്റ് ലാമ്പ്, ഡിസ്ചാർജ് ലാമ്പ്, LED ലാമ്പുകൾ ഇവയാണ്. ഇനി അടുത്ത പോയിന്റ് വരുന്നത് ജൂൾ ഹീറ്റിംഗ് ആണ്. ഇപ്പൊ സർക്യൂട്ടിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപം ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഈ ജൂൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഈ താപത്തെ, അപ്പോൾ ഉണ്ടാകുന്ന ആ താപത്തെ, അതായത് H എന്നാണ് അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം, ആ താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ചാലകത്തിന്റെ പ്രതിരോധം, അതായത് R, റെസിസ്റ്റൻസ്, അതേപോലെ വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറയുമ്പോൾ കറണ്ട് I, അതേപോലെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയം T. ഇത്രയും 3 കാര്യങ്ങളെയാണ് താപം സ്വാധീനിക്കുന്നത്. അത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ R കൂടുമ്പോൾ, അതായത് പ്രതിരോധം കൂടുമ്പോൾ വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് കുറയുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്തും കുറയുന്നു, താപവും കുറയുന്നു. ഇതാണ് ശരിക്കുമുള്ള ഒരു പോയിന്റ്. അതായത് പ്രതിരോധം കൂടുമ്പോൾ കറണ്ട് കുറയുന്നതിനാൽ താപം കുറയുന്നു എന്നുള്ളതാണ്. എന്നാൽ I സ്ഥിരമാണെങ്കിൽ, വൈദ്യുതി പ്രവാഹ തീവ്രത അതല്ലെങ്കിൽ കറണ്ട് സ്ഥിരമാണെങ്കിൽ പ്രതിരോധം കൂടുമ്പോൾ എന്തും കൂടുന്നു, താപവും കൂടുന്നു. അതേപോലെ തന്നെ വൈദ്യുത പ്രവാഹ തീവ്രത കൂടുമ്പോൾ താപം കൂടുന്നു, സമയം കൂടുമ്പോഴും എന്ത് കൂടുന്നു, താപം കൂടുന്നു. ഈ പോയിന്റുകളൊക്കെ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ അടുത്ത ടേം വരുന്നത് വൈദ്യുത പവർ ആണ്. അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം P ആണ്. ഒരു യൂണിറ്റ് സമയത്തിൽ ഏതെങ്കിലും ഒരു വൈദ്യുത ഉപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് നമ്മളുടെ പവർ ആയിട്ട് പറയുന്നത്. P = W/T. W എന്ന് പറയുമ്പോൾ വർക്ക്, ഡിവൈഡഡ് ബൈ T എന്നാണ് ടൈം. അപ്പോൾ പ്രവൃത്തി ബൈ സമയം എന്നുള്ള രീതിയിലാണ് W/T വന്നേക്കുന്നത്. പവറിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് എന്നതാണ്, W എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി പവറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. 2 ഘടകങ്ങളാണ് പവറിനെ, ഒരു ഉപകരണത്തിന്റെ പവറിനെ സ്വാധീനിക്കുന്ന. ഒന്ന് പ്രതിരോധം, അതായത് റെസിസ്റ്റൻസ് R, അതേപോലെ വോൾട്ടേജ് V. ഇനി ആ ടേമുമായി ബന്ധപ്പെട്ടത് Rഉം Vയും Pയും തമ്മിലുള്ള റിലേഷനാണ് ഇനി നമ്മൾ നോക്കുന്നത്. R കൂടുമ്പോൾ, അതായത് പ്രതിരോധം കൂടുമ്പോൾ പവർ എപ്പോഴും എന്ത് ചെയ്യുന്നു, കുറയുകയാണ് ചെയ്യുന്നത്. പ്രതിരോധം R കൂടുമ്പോൾ പവർ കുറയുന്നു. അതേപോലെ വോൾട്ടേജ് കൂടുകയാണെങ്കിൽ V കൂടുമ്പോൾ എന്തും കൂടുന്നു, Pയും കൂടുന്നു, പവറും കൂടുന്നു. ഇനി ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. വോൾട്ടേജ് ഇരട്ടിയാകുമ്പോൾ, വോൾട്ടേജ് ഏതെങ്കിലും ഒരു വാല്യൂ എന്നിട്ട് അത് ഇരട്ടിയാക്കി കാണിക്കുകയാണെങ്കിൽ പവർ അപ്പോൾ എന്തായിരുന്നു, 4 മടങ്ങായിട്ടാണ് വർദ്ധിക്കുന്നത്. ഇനി അതേപോലെ വോൾട്ടേജ് പകുതിയായാൽ പവർ 4/1 മാറുന്നു. ഇനി നിങ്ങൾക്ക് താപം കണ്ടുപിടിക്കാനുള്ള, H കണ്ടുപിടിക്കാനുള്ള വിവിധ ഇക്വേഷൻസ് ആണ് തന്നേക്കുന്നത്. പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ താപം കണക്കാക്കുന്നത് പല രീതിയിലുള്ള ഇക്വേഷൻ വെച്ച് അത് 4 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. H = I²RT, H = V × I × T, H = V²T/R, H = P × T. അപ്പൊ I ഇവിടെ വൈദ്യുത പ്രവാഹ തീവ്രതയാണ്, R പ്രതിരോധം, T സമയമാണ്, V വോൾട്ടതയാണ്, അതേപോലെ തന്നെ P എന്ന് പറയുന്നത് പവറാണ്. അപ്പൊ ഈ ഇക്വേഷൻസ് കാണാതെ പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ വരുന്ന രീതി അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ H കണ്ടുപിടിക്കേണ്ടി വരിക. അതേപോലെ തന്നെ പവർ കണ്ടുപിടിക്കാനുള്ള സമവാക്യം P = I²R, അതേപോലെ P = V × I, P = V²/R, P = H/T. പോയിന്റ് പ്രതിരോധങ്ങളുടെ ക്രമീകരണമാണ്. പ്രതിരോധങ്ങളെ സാധാരണ ക്രമീകരിക്കുന്നത് ശ്രേണി രീതിയിൽ, സമാന്തര രീതിയിലുമാണ്. അതിന് ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ I കറണ്ട് കടത്തി വിടുമ്പോൾ R1 R2ലേക്ക് കറണ്ട് കടന്നു പോകുന്ന ചിത്രീകരണം. അതേപോലെ തന്നെ 2 പ്രതിരോധങ്ങൾ R1 R2 സമാന്തര രീതിയിൽ ഘടിപ്പിച്ചിരിക്കുന്നതുമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളത്. ശ്രേണി രീതിയിലാണെങ്കിൽ സഫല പ്രതിരോധം കൂടുകയാണ് ചെയ്യുന്നത്, ആകെയുള്ള പ്രതിരോധം കൂടുന്നു. അതേപോലെ തന്നെ എല്ലാ പ്രതിരോധങ്ങളിലൂടെയും ഒരേ കറണ്ടാണ് ഒഴുകുന്നത്. ഓരോ പ്രതിരോധകത്തിനും വ്യത്യസ്ത വോൾട്ടേജ് ആണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ കുറഞ്ഞ പ്രതിരോധകം ഏതാണോ അതിന് കുറഞ്ഞ വോൾട്ടേജും കൂടിയ പ്രതിരോധകത്തിന് കൂടിയ വോൾട്ടേജുമായിരിക്കും ലഭിക്കുക. അത് ഈ ഇക്വേഷൻ വെച്ചാണ് V1 = IR1, V2 = IR2 എന്നുള്ള രീതിയിലാണ്.
അപ്പോൾ അടുത്ത പോയിന്റ് വരുന്നത് സഫല പ്രതിരോധം. ശ്രേണി രീതിയിലുള്ള സഫല പ്രതിരോധം കണ്ടുപിടിക്കാനുള്ള സമവാക്യം R1+R2 ആണ്. അതേപോലെ പ്രതിരോധകത്തിന് ഒരേ മൂല്യമാണെങ്കിൽ, ഒരേ വിലയാണ് നിങ്ങൾക്ക് ശ്രേണി രീതിയിലുള്ള പ്രതിരോധകങ്ങൾക്ക് നൽകുന്നതെങ്കിൽ അതിന്റെ സഫല പ്രതിരോധം കണ്ടുപിടിക്കാനുള്ള സമവാക്യം R=N ആണ്. ഈ സ്മോൾ ലെറ്റർ R എന്ന് പറഞ്ഞാൽ പ്രതിരോധങ്ങളുടെ വിലയാണ്, ഇൻറ്റു N എന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിന്റെ എണ്ണമാണ്. അത് ശ്രേണി രീതിയിൽ ചിലപ്പോൾ ഈ ചോദിക്കുക. അതേപോലെ സമാന്തര രീതിയിലും അതിനൊരു സമവാക്യമുണ്ട്. അത് രണ്ടും പഠിച്ചു വെച്ചേക്കണം. അതേപോലെ ബൾബുകൾ ഈ രീതിയിൽ ശ്രേണി രീതിയിൽ ക്രമീകരിച്ചാൽ പവർ കുറഞ്ഞ ബൾബിന് കൂടുതൽ വോൾട്ടേജ് ലഭിക്കുന്നു. അതായത് പവർ കുറഞ്ഞ ബൾബ് എന്ന് പറയുമ്പോൾ പ്രതിരോധം കൂടിയ ബൾബായിരിക്കും. അപ്പം ഈ ശ്രേണി രീതിയിലാണ് ബൾബുകൾ ക്രമീകരിക്കുന്നതെങ്കിൽ പവർ കുറഞ്ഞു ഉള്ള ബൾബിന് കൂടുതൽ വോൾട്ടേജ് ലഭിക്കുന്നതിനാൽ പവർ കൂടിയ ബൾബിനേക്കാൾ തീവ്രതയിൽ പ്രകാശിക്കുന്നു. പവർ കുറഞ്ഞ ബൾബ് പ്രകാശിക്കുന്നു. അതാണ് അതിന്റെ പ്രത്യേകതകൾ. അതേപോലെ തന്നെ സമാന്തര രീതിയിൽ നോക്കിയാൽ സഫല പ്രതിരോധം ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഒഴുകുന്ന കറണ്ട് വ്യത്യസ്തമായിരിക്കും. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് വ്യത്യാസമായിരിക്കും. കറണ്ട് അങ്ങനെ വിഭജിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് I1+I2 അങ്ങനെയാണ് വിഭജിച്ചാണ് പോകുന്നത്. അതേപോലെ കുറഞ്ഞ പ്രതിരോധകത്തിലൂടെ കൂടിയ കറണ്ടും കൂടിയ പ്രതിരോധകത്തിലൂടെ കുറഞ്ഞ കറണ്ടുമാണ് ഒഴുകുന്നത്. അപ്പോൾ I1 V/R1, I2 V/R2 എന്ന രീതിയിലാണ് അങ്ങനെ കറണ്ട് ഒഴുകുന്നത്. ഇപ്പോൾ ഒരു പോയിന്റ് ഓർത്തിരുന്നോണം, കുറഞ്ഞ പ്രതിരോധകത്തിലൂടെ ആണെങ്കിൽ കൂടിയ കറണ്ടാണ് ഒഴുകുന്നത്, തിരിച്ചു. അതേപോലെ അടുത്ത പോയിന്റ്, എല്ലാ പ്രതിരോധകത്തിനും ഒരേ വോൾട്ടേജ് ലഭിക്കുന്നു. അതാണ് അതിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റും ഇതിന്റെ സമാന്തര രീതിയുടെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യവും അതാണ്. ഏത് പ്രതിരോധകമാണെങ്കിലും അതിന് ഒരേ വോൾട്ടേജ് ആണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഈ സഫല പ്രതിരോധം കണ്ടുപിടിക്കാനുള്ള ഒരു സമവാക്യമുണ്ട്. പ്രതിരോധം 1/R = 1/R1+1/R2. അത് മറ്റൊരു രീതിയിൽ എഴുതിയിട്ടുണ്ട്. സഫല പ്രതിരോധം R1R2 / R1+R2. ഈ രീതിയിലാണ് നിങ്ങൾ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ സഫല പ്രതിരോധം കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ബോക്സിൽ വരച്ചിരിക്കുന്ന സമവാക്യം കാണാതെ പഠിക്കുക. R1R2 / R1+R2. ഇനി പ്രതിരോധകത്തിന് ഒരേ മൂല്യമാണെങ്കിൽ, മുമ്പേ നമ്മളിവിടെ ശ്രേണി രീതി പറഞ്ഞ പോലെ തന്നെ സമാന്തര രീതിയിലാണെങ്കിൽ അതിന്റെ സഫല പ്രതിരോധം തന്നാൽ പ്രതിരോധകത്തിന്റെ മൂല്യം എത്രയാണോ അത് ഡിവൈഡഡ് ബൈ പ്രതിരോധകങ്ങളുടെ എണ്ണമാണ്. ഇവിടെ ഗുണിക്കുകയാണെങ്കിൽ ഇവിടെ ഹരിക്കുകയായിരിക്കും ചെയ്യേണ്ടത്. പ്രതിരോധത്തിന്റെ വിലയെ പ്രതിരോധങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ സഫല പ്രതിരോധം കിട്ടും. അപ്പൊ ആ രീതിയിലുള്ള പ്രോബ്ലം ഒക്കെ ചോദിക്കാറുണ്ട്. ഇനി ഈ രീതിയിൽ സമാന്തര രീതിയിൽ ബൾബ് ക്രമീകരിച്ചാൽ പവർ കൂടിയ ബൾബിലൂടെ കൂടുതൽ കറണ്ട് പ്രവഹിക്കുന്നതിനാൽ പവർ കുറഞ്ഞ ബൾബിനേക്കാൾ തീവ്രതയിൽ അത് പ്രകാശിക്കുന്നു. ഇതാണ് നമ്മളുടെ ശ്രേണി രീതിയും സമാന്തര രീതിയിലും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത പോയിന്റ് സുരക്ഷാ ഫ്യൂസ് ആണ്. നമ്മുടെ ഗൃഹവൈദ്യുതീകരണത്തിൽ അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമ്മളെയും അതേപോലെ വീട്ടിലെ ഉപകരണങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് സുരക്ഷാ ഫ്യൂസ് എന്ന് പറയുന്നത്. അതിന്റെ വൈദ്യുത ഫലം എന്താണെന്ന് ചോദിച്ചാൽ അത് താപഫലമാണ്. അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകാൻ ഇടയുള്ള സാഹചര്യങ്ങൾ ഇനി ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഒന്ന് ഓവർലോഡിങ്, ഷോർട്ട് സർക്യൂട്ട്, ഇത് രണ്ടെണ്ണമാണ്. അതേപോലെ തന്നെ ഈ ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരം കൊണ്ടാണ് ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ ഫ്യൂസ് വയറിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിക്കാം. താഴ്ന്ന ദ്രവണാങ്കവും കൂടിയ ചാലകതയുമാണ് ഫ്യൂസ് വയറിന്റെ പ്രത്യേകതകൾ. ഇനി അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആ സർക്യൂട്ടിൽ കൂടുതൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ദ്രവണാങ്കം കുറഞ്ഞ ഫ്യൂസ് വയർ ഉരുകി വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും ഒക്കെ വരുമ്പോഴത്തേക്കും അമിതമായിട്ട് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ദ്രവണാങ്കം കുറഞ്ഞ നമ്മുടെ ഫ്യൂസ് വയർ എന്ത് ചെയ്യുന്നു, ഉരുകിപ്പോവുകയും വൈദ്യുത ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഉപകരണങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുന്നത്. അടുത്തത് ഫ്യൂസ് വയർ സർക്യൂട്ടിൽ ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തെ പോയിന്റ്, ഫ്യൂസ് വയറിന്റെ അഗ്രങ്ങൾ യഥാസ്ഥാനങ്ങളിൽ ദൃഢമായി ബന്ധിപ്പിക്കണം. അതേപോലെ തന്നെ ഈ ഫ്യൂസ് വയറിന്റെ അഗ്രങ്ങളൊക്കെ കാരിയർ ബേസിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കരുത്. അതേപോലെ അനുയോജ്യമായ ആംബിയറേജ് ഉള്ള വയർ തന്നെ, ഫ്യൂസ് വയർ തന്നെ ഉപയോഗിക്കണം. അടുത്ത പോയിന്റ്, ശ്രേണി രീതിയിൽ ഫ്യൂസ് വയർ ബന്ധിപ്പിക്കുക. അത്രയുമാണ്. ഇനിയും ഇൻകാൻഡസെന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ്. ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ താപത്താൽ തിളങ്ങുന്ന ലാമ്പ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇൻകാൻഡസെന്റ് എന്ന വാക്കിന്റെ അർത്ഥം താപത്താൽ തിളങ്ങുന്നത്. അടുത്തത്, ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് ടങ്സ്റ്റൺ ആണ്.
ടങ്സ്റ്റൺ എന്ന് പറയുന്ന ലോഹം കൊണ്ടാണ്. ടങ്സ്റ്റന്റെ പ്രത്യേകത ചോദിക്കാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് പറയുമ്പോൾ നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയും ടങ്സ്റ്റനെ. അതേപോലെ തന്നെ ചുട്ടുപഴുത്ത ധവളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്. ചുട്ടുപഴുന്നതിന് ശേഷം വെള്ളപ്രകാശം, ധവളപ്രകാശം എന്ന് പറയുമ്പോൾ വെള്ളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവ് ടങ്സ്റ്റന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇൻകാൻഡസെന്റ് ലാമ്പിൽ ടങ്സ്റ്റൺ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത പോയിന്റ്, ബൾബിന്റെ ഉൾവശം വായുശൂന്യമാക്കുന്നത് എന്തിനാണ്? ഫിലമെന്റിന്റെ ഓക്സീകരണം തടയാൻ. ബൾബിൽ അലസവാതകം നിറയ്ക്കുന്നത് എന്തിന്? ഫിലമെന്റിന്റെ ബാഷ്പീകരണം തടയാൻ. അടുത്ത പോയിന്റ്, ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ പോരായ്മ എന്താണ്? വൈദ്യുതോർജ്ജം താപരൂപത്തിൽ നഷ്ടമാകുന്നതിനാൽ അതിന് ക്ഷമത വളരെ കുറവാണ്. അതാണ് ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ പോരായ്മയായിട്ട് പറയുന്നത്. അടുത്തത് ഡിസ്ചാർജ് ലാമ്പുകളാണ്. ഡിസ്ചാർജ് ലാമ്പുകൾക്ക് എക്സാമ്പിൾ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, CFL, ഫ്ലൂറസെന്റ് ലാമ്പ്, ഇതെല്ലാം ഡിസ്ചാർജ് ലാമ്പുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ മേന്മ എന്താണെന്ന് ചോദിച്ചാൽ താപം മൂലം ഉണ്ടാകുന്ന ഊർജ്ജ നഷ്ടം കുറവാണ്. അപ്പൊ ഇൻകാൻഡസെന്റ് ലാമ്പിനേക്കാൾ മേന്മ, അതായത് ക്ഷമത കൂടിയതാണ് ഡിസ്ചാർജ് ലാമ്പുകൾ. താപം മൂലം അവിടെ ഊർജ്ജനഷ്ടം, വൈദ്യുതോർജ്ജത്തിന് നഷ്ടം ഉണ്ടാകുന്നില്ല. ഇനി പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡിസ്ചാർജ് ലാമ്പുകൾക്കുള്ളിൽ മെർക്കുറി പോലുള്ള വസ്തുക്കൾ നിറച്ചിട്ടുണ്ട്. ഇത് പരിസ്ഥിതിക്ക് ഹാനികരമാണ്. അതാണ് അതിന്റെ പോരായ്മയായിട്ട് വരുന്നത്. അടുത്ത LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഫിലമെന്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജ്ജനഷ്ടം ഉണ്ടാകുന്നില്ല. ഫിലമെന്റ് LED ബൾബിൽ ഇല്ല, അതുകൊണ്ട് തന്നെ താപരൂപത്തിൽ വൈദ്യുതോർജ്ജം നഷ്ടപ്പെടുന്നില്ല. അതേപോലെ തന്നെ മെർക്കുറിയും അതിനകത്ത് നിറച്ചിട്ടില്ല, അതുകൊണ്ട് അത് പരിസ്ഥിതിക്ക് ഹാനികരമല്ല. ഇനി കുറഞ്ഞ വൈദ്യുത ഉപയോഗം ഉള്ളൂ, വൈദ്യുതി കുറച്ച് മാത്രം മതിയാവും. അതേപോലെ ക്ഷമത കൂടുതലാണ്, ആയുസ്സും വളരെ കൂടുതലാണ്. ഇനി അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 2-3 എഴുതാനായിട്ട് ചോദിച്ചേക്കാം. ബേസ് യൂണിറ്റ്, അതായത് LED പ്രധാന ഭാഗങ്ങൾ. ബേസ് യൂണിറ്റ്, ഹീറ്റ് സിങ്ക്, ബേസ് പ്ലേറ്റ്, പവർ സപ്ലൈ ബോർഡ്, അതുപോലെ തന്നെ ഡിഫ്യൂസർ കപ്പ്, ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ, LED ചിപ്പ്, ഇതൊക്കെയാണ് അതിന്റെ പ്രധാന ഭാഗങ്ങൾ. അതേപോലെ ഇനി നമ്മൾ ഇത്രയും പഠിച്ച ബൾബുകളിലെ ഒന്ന് കമ്പയർ ചെയ്തിട്ടുണ്ട്. ബൾബുകൾ മാത്രമല്ല, ഹീറ്റിംഗ് കോയില്, ഫിലമെന്റ്, ഫ്യൂസ് വയർ, ഈ 3 ആയിട്ടാണ്. ഇതിന്റെ 3ന്റെയും പ്രത്യേകതകളും ഒക്കെയാണ് ഈ ഒരു റിലേഷനിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹീറ്റിംഗ് കോയിൽ, നിക്രോം കൊണ്ടാണ് ഹീറ്റിംഗ് കോയിലൊക്കെ നിർമ്മിക്കുന്നത്. നിക്കലും ക്രോമിയം അയണുമാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതേപോലെ തന്നെ അതിന് ഉയർന്ന ദ്രവണാങ്കമുണ്ട്, അതുപോലെ ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്. ചുട്ടുപഴുത്ത അവസ്ഥയിൽ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവും ഈ ഹീറ്റിംഗ് കോയിലിനുണ്ട്. അതുപോലെ അടുത്തത് ബൾബിലുള്ള ഫിലമെന്റിന്റെ കാര്യമാണ് പറയുന്നത്. നിർമ്മിച്ചിരിക്കുന്നത് ടങ്സ്റ്റൺ കൊണ്ടാണ്. ഉയർന്ന ദ്രവണാങ്കമാണുള്ളത്, ഉയർന്ന റെസിസ്റ്റിവിറ്റി ആണുള്ളത്. ഇതേപോലെ തന്നെ എന്നാൽ ചുട്ടുപഴുത്ത അവസ്ഥയിൽ അത് വെള്ളപ്രകാശം, ധവളപ്രകാശം നൽകുന്നുണ്ട്. ഇനി ഫ്യൂസ് വയർ, അത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ടിന്നിൽ ലഡുവാണ്. താഴ്ന്ന ദ്രവണാങ്കം, കൂടിയ ചാലകത, അമിത വൈദ്യുത പ്രവാഹം ഉണ്ടായാൽ ഉരുകി വൈദ്യുത ബന്ധം വിച്ഛേദിക്കുന്നു. ഇതൊന്ന് റിലേറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ, അത് എളുപ്പം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അടുത്ത ഭാഗം ജൂൾ നിയമമാണ്. ജൂൾ നിയമം നമുക്കറിയാം, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനുണ്ടാകുന്ന താപത്തിന്റെ അളവ് കണക്കാക്കുന്നതിനുള്ള നിയമമാണ് ജൂൾ നിയമം. അതിന്റെ സമവാക്യം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. H=I²RT. അതുപോലെ തന്നെ അടുത്ത കുറെ നിയമങ്ങളുണ്ട്, അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, എന്ത് കണ്ടെത്താനാണ് അത് സഹായിക്കുന്നത് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. മാക്സ്വെല്ലിന്റെ വലതുകൈ പെരുവിരൽ നിയമം, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ വൈദ്യുത പ്രവാഹം മൂലം ഒരു ചാലകത്തിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടെത്താനാണ് വലതുകൈ പെരുവിരൽ നിയമം കൊണ്ട് ഉള്ള ഉപയോഗം. മാക്സ്വെല്ലിന്റെ വലംപിരി സ്ക്രൂ നിയമമുണ്ട്, അതും ഇതേ കണ്ടെത്തലിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അടുത്തത് മോട്ടോർ തത്വമാണ്, വൈദ്യുത മോട്ടോറുകളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് ഫ്ലെമിങ്ങിന്റെ ഇടതുകൈ നിയമം, കാന്തിക മണ്ഡലത്തിലുള്ള ചാലകത്തിലൂടെ ഒരു വൈദ്യുതി കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പ്രവഹിക്കുമ്പോൾ ചാലകത്തിന്റെ ചലന ദിശ കണ്ടെത്താനാണ് ഫ്ലെമിങ്ങിന്റെ ഇടതുകൈ നിയമം പ്രയോജനപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഫ്ലെമിങ്ങിന്റെ വലതുകൈ നിയമമുണ്ട്, അത് വൈദ്യുതകാന്തിക പ്രേരണം വഴി ഉണ്ടാകുന്ന വൈദ്യുതിയുടെ ദിശ കണ്ടെത്താനാണ് വലതുകൈ നിയമം ഉപയോഗിക്കുന്നത്. അടുത്തത് DC മോട്ടോറും DC ജനറേറ്ററും, രണ്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് തന്നെയാണ്. സ്ഥിരകാന്തം, ആർമേച്ചർ, സ്പ്ലിറ്റ് റിങ്സ്, ബ്രഷുകൾ. എന്നാൽ അവരുടെ പ്രവർത്തന തത്വം വ്യത്യാസമാണ്. DC മോട്ടോറിന്റെ പ്രവർത്തന തത്വം മോട്ടോർ തത്വമാണ്. DC ജനറേറ്ററിൻ്റെത് വൈദ്യുത കാന്തിക പ്രേരണ തത്വവുമാണ്. അതേപോലെ തന്നെ DC മോട്ടോറിന്റെ ഊർജ കൺവേർഷൻ, അതായത് എന്ത് ഊർജമായിട്ട് മാറുന്നത് എന്നുള്ളത്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. DC ജനറേറ്ററിനാണെങ്കിൽ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ടാണ്
മാറുന്നത്. അത് ഊർജ്ജ പരിവർത്തനം എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ DC മോട്ടോറിന്റെ ഊർജ്ജ പരിവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു. DC ജനറേറ്റർ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഇനി ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ ആണ്. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. ഫീൽഡ് കാന്തം, വോയിസ് കോയിൽ, ഡയഫ്രം, പച്ചിരിമ്പ് കോർ, ഇത്രയുമാണ്. അതിന്റെ പ്രവർത്തന തത്വം മോട്ടോർ തത്വമാണ്. അതിന്റെ ഊർജ്ജത്തിന്റെ കൺവേർഷൻ വരുന്നത് വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. അടുത്തത് AC ജനറേറ്റർ. അതിന്റെ AC ജനറേറ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ആദ്യം ഒന്ന് നോക്കുന്നത്. സ്ഥിരകാന്ത, ആർമേച്ചർ, സ്ലിപ്പ് റിങ്സ്, ഗ്രാഫൈറ്റ്, ബ്രഷുകൾ, ഇത്രയുമാണ്. ഇതിന്റെ പ്രവർത്തന തത്വം വൈദ്യുതകാന്തിക പ്രേരണ തത്വമാണ്. ഊർജ്ജ പരിവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ജനറേറ്ററിൽ. അടുത്തത് ചലിക്കും ചുരുൾ മൈക്രോഫോൺ ആണ്. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഫീൽഡ് കാന്തം, വോയിസ് കോയിൽ, ഡയഫ്രം, പച്ചിരിമ്പ് കോർ, ഇവയാണ്. പ്രവർത്തന തത്വം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വൈദ്യുതകാന്തിക പ്രേരണമാണ്. ഊർജ്ജ പരിവർത്തനം ശബ്ദോർജ്ജം എന്തായി മാറുന്നു? വൈദ്യുതോർജ്ജമായി മാറുകയാണ്. ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ പ്രവർത്തനമാണ്. തെറ്റിപ്പോരുത്. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറും മൈക്രോഫോണും തമ്മിൽ തെറ്റിപ്പോരുത്. ഇനി അടുത്തത് വൈദ്യുതപ്രവാഹം മൂലം ഒരു ചാലക ചുരുളിൽ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ ഏത് ദിശയാണ്, ഏത് ധ്രുവത്തിലേക്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ് ആണിത്. വൈദ്യുതി പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രം എന്ന് പറയുന്നത് എപ്പോഴും ദക്ഷിണ ധ്രുവമായിരിക്കും. വൈദ്യുതി അപ്രദക്ഷിണ ദിശയിലാണ് പ്രവഹിക്കുന്നതെങ്കിൽ അഗ്രം എപ്പോഴും ഉത്തര ധ്രുവമായിരിക്കും. അടുത്തത് ബാർകാന്തവും വൈദ്യുതകാന്തവും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. ബാർകാന്തം കാന്തശക്തി സ്ഥിരമായിട്ടുള്ളതാണ്. ധ്രുവത മാറ്റാൻ കഴിയത്തില്ല. അതായത് നോർത്ത് പോൾ സൗത്ത് പോൾ ഒന്നും മാറ്റാൻ കഴിയില്ല. അതുപോലെ കാന്തശക്തി ഒരു പരിധിക്കപ്പുറം വർദ്ധിപ്പിക്കാനും നമുക്ക് സാധ്യമല്ല ബാർകാന്തത്തില്. വൈദ്യുതകാന്തം നമ്മൾ നിർമ്മിച്ചെടുക്കുന്നതാണ്. അത് കാന്തശക്തി താൽക്കാലികമാണ്. വൈദ്യുതിയുടെ ദിശ മാറ്റി ധ്രുവത മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കാന്തശക്തി ആവശ്യാനുസരണം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതായിട്ടുള്ളത് പ്രത്യാവർത്തിധാര വൈദ്യുതി, അതായത് AC, നേർധാര വൈദ്യുതി, DC. ഇത് തമ്മിലുള്ള വ്യത്യാസവും ചോദിക്കാം. ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയാണ്. ഇനി പ്രത്യാവർത്തിധാര വൈദ്യുതി എന്തെങ്ങനെയാണ്? ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായി മാറുന്ന വൈദ്യുതിയാണ് AC എന്ന് പറയുന്നത്. അതേപോലെ AC ജനറേറ്ററിൽ നിന്നാണ് അത് ലഭിക്കുന്നത്. അതിന്റെ വൈദ്യുതി AC-യുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ തരംഗങ്ങൾ പോലെ ക്രസ്റ്റും ട്രഫും, അതായത് ശൃംഗവും ഗർത്തവുമായിട്ട് വരയ്ക്കണം. ഇത് നേർധാര വൈദ്യുതിയാണ്. തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് DC എന്ന് പറയുന്നത്, നേർധാര വൈദ്യുതി. അത് ജനറേറ്ററിൽ നിന്ന് കിട്ടുന്നത്, DC ജനറേറ്ററിൽ നിന്ന് കിട്ടുന്നത്, ബാറ്ററിയിൽ നിന്ന് കിട്ടുന്നതും DC കറണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇതിന്റെ രണ്ട് ഉപകരണത്തിനും രണ്ട് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനാണ് വരുന്നത്. ജനറേറ്ററിൽ നിന്ന് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയായിരിക്കണം വരയ്ക്കേണ്ടത്. ഇതിന് DC ആണ്. ബാറ്ററിയിൽ നിന്ന് ലഭിക്കേണ്ടത് ഈ രീതിയിലായിരിക്കണം വരയ്ക്കേണ്ടത്. ഓർത്തിരിക്കണം. ട്രാൻസ്ഫോമറുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് എന്ത് വഴിയാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അത് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ ഇൻഡക്ടറുകളുടെ പ്രവർത്തനം സെൽഫ് ഇൻഡക്ഷൻ വഴിയുമാണ്. അടുത്ത ട്രാൻസ്ഫോമർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. പവറിൽ വ്യത്യാസമൊന്നും വരുത്താതെ AC-യുടെ വോൾട്ടത കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന അതിന് സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ഉയർത്തുന്ന ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് താഴ്ത്തുന്ന ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സമവാക്യമൊക്കെ പഠിച്ചു വെക്കണം. പ്രോബ്ലം ഒക്കെ ചോദിക്കും. VS/VP = NS/NB എന്ന് പറയുന്ന സമവാക്യം ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ തിയറി പഠിക്കുമ്പോൾ? അതുകൊണ്ട് ഈ സമവാക്യം ഉപയോഗിച്ചിട്ട് വരുന്ന പ്രോബ്ലം ഒക്കെ ചെയ്ത് പഠിക്കുക. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്തായി വരുന്ന പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര വോൾട്ടേജിലാണ്? 11 kV ആണ്. പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ജനറേറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ 3 phase AC ജനറേറ്റർ ആണ്. അതേപോലെ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഏതാണെന്ന് ചോദിച്ചാൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഇനി സബ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. വിതരണ ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അടുത്ത ഭാഗം വിതരണ ട്രാൻസ്ഫോമറിലെ ഔട്ട്പുട്ട് വോൾട്ടതകൾ. അതായത് രണ്ട് ഫേസുകൾക്കിടയിൽ 400 വോൾട്ടതയും ഫേസിനും ന്യൂട്രലിനും ഇടയിൽ 230 വോൾട്ടും ആയിരിക്കും. ഫേസിനും എർത്തിനും ഇടയിലെ വോൾട്ടത എത്രയാണെന്ന് ചോദിച്ചാൽ 230 വോൾട്ടാണ്. അതേപോലെ ന്യൂട്രലിനും എർത്തിനും ഇടയിലെ വോൾട്ടത 0 അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം. അതേപോലെ തന്നെ വീട്ടിലെത്തുന്ന വൈദ്യുതി ആദ്യം ബന്ധിപ്പിക്കുന്ന ഉപകരണം എവിടെയാണ്? വാട്ട് അവർ മീറ്റർ. അതേപോലെ വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് ഏതാന്ന് ചോദിച്ചാൽ കിലോ വാട്ട് അവർ. അതിന്റെ ഷോർട്ടാണ് KWH, കിലോ വാട്ട് അവർ. അതേപോലെ കിലോ വാട്ട് അവറിൽ ഊർജ്ജം കണക്കാക്കുന്ന സമവാക്യം, വൈദ്യുതോർജ്ജം കണക്കാക്കുന്ന സമവാക്യം, വാട്ടിലുള്ള പവർ നമുക്ക് തന്നിരിക്കണം. ഏത് ഉപകരണത്തിന്റെ ആണെങ്കിലും ആ വാട്ടിലുള്ള പവർ ഗുണം മണിക്കൂറിലെ സമയം മിനിറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ മണിക്കൂറിലാക്കിയതിനു ശേഷം ഡിവൈഡഡ് ബൈ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഉപയോഗിച്ച വൈദ്യുതോർജ്ജത്തിന്റെ അളവ് കിട്ടുന്നതായിരിക്കും. എത്ര യൂണിറ്റ് ആണെന്ന് കിട്ടും. അപ്പോൾ അതിന്റെ യൂണിറ്റ് KWH എന്ന രീതിയിലായിരിക്കണം അതിന്റെ ആൻസർ എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ഗൃഹവൈദ്യുതീകരണത്തിൽ ഉപകരണങ്ങൾ ബന്ധിപ്പിക്കുന്നത് ഏത് രീതിയിലാണ്? ആൻസർ സമാന്തര രീതിയിലാണ്. അപ്പൊ ഈ സമാന്തര രീതിയിൽ ബന്ധിപ്പിച്ചാൽ എന്തെല്ലാം പ്രയോജനങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എല്ലാ ഉപകരണങ്ങൾക്കും ഒരേ വോൾട്ടേജ് ലഭിക്കും. അതേപോലെ തന്നെ ഓരോ ഉപകരണത്തിനും ആവശ്യമായ കറണ്ട്
ഇപ്പോൾ ഒരു ഉപകരണത്തിന് ആവശ്യമായിട്ടുള്ള കറണ്ട് ആയിരിക്കത്തില്ല മറ്റൊരു ഉപകരണത്തിന് വരുന്നത്. അപ്പോൾ ഓരോ ഉപകരണത്തിന് ആവശ്യമായ കറണ്ട് ലഭിക്കണമെങ്കിൽ സമാന്തര രീതിയിലുള്ള കണക്ഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഉപകരണങ്ങളെ സ്വിച്ച് ഉപയോഗിച്ച് യഥേഷ്ടം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത രണ്ട് കാര്യങ്ങൾ MCB ELCB എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചേക്കാം. ഫ്യൂസിന് പകരം ശാഖാ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് MCB. അതുപോലെ തന്നെ ELCB എന്താണെന്ന് വെച്ചാൽ ഇൻസുലേഷൻ തകരാറ് മൂലമോ മറ്റോ സർക്യൂട്ടിലെ കറണ്ടിന്റെ ലീക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വിച്ഛേദിക്കപ്പെടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ELCB. ഇനി 3 പിൻ പ്ലഗിലെ എർത്ത് പിൻ ഉപകരണത്തിന്റെ ഏത് ഭാഗവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? 3 പിൻ പ്ലഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഉപകരണത്തിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഉപകരണത്തിന്റെ ഏത് ഭാഗവുമായിട്ടാണ് അതിലെ എർത്ത് പിൻ, അതായത് കനം കൂടിയ ആ നീളമുള്ള എർത്ത് പിൻ ഏത് ഭാഗവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ആൻസർ ലോഹ ചട്ടക്കൂട് എന്ന് എഴുതണം. അടുത്തത് എർത്ത് പിൻ വണ്ണം കൂടി നിർമ്മിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ പ്രതിരോധം കുറയ്ക്കാൻ വേണ്ടിയാണ്. പിന്നെ ലാസ്റ്റ് ഭാഗത്ത്, അതായത് ഫസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് ഭാഗത്ത് വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ നന്നായി വായിച്ചു പഠിക്കണം. ഇനി വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ എന്തൊക്കെ നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അതെല്ലാം നിങ്ങൾക്ക് ആ പാഠഭാഗത്ത് ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോകണം. അപ്പൊ നമുക്ക് ഈ ഫിസിക്സിന്റെ ഫസ്റ്റ് പാർട്ടിലെ എല്ലാ അധ്യായങ്ങളും കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും.